ഈ അതിരികാക്കും ചെയ്തല്ലോ, അപ്പൊ അതിനൊരു വിഷ്വൽ സാധ്യതയുണ്ടായിരുന്നു ആ സമയത്ത്. ഔട്ട്ഡോറിലൊക്കെ പോയി അത് നന്നായി ഷൂട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിരികാക്കിന്റെ ഒരു റീബർത്തും കൂടിയായിരുന്നു. അതായത് സർവകലാശാലയില് ആ പാട്ട് വന്ന് കാവാലം സാറുമായിട്ട് സംബന്ധിച്ചിട്ട് ആ പാട്ടുകൾ ആളുകൾ കേട്ടിട്ടില്ല എന്നല്ല ഞാൻ പറയണേ. പക്ഷേ അതിന്റെ ഫിലിം വേർഷൻ വന്നപ്പോൾ അത് ആളുകൾ കേട്ടു. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഡേവിഡ് ആൻഡ് ഗോലിയാത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനെയും ഒരു മൂന്നാമത്തെ വട്ടം ആളുകൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത് പ്രയാൻ വന്നത് അത് പാടുമ്പോഴായിരുന്നു. അതിരികാക്കും എന്തുകൊണ്ടാ ചൂസ് ചെയ്തത്? ഒരു ഒരു കാലഘട്ടത്തിൽ ഈ ഫോക്ക് സോങ്സ് ഭയങ്കര ഒരു ട്രെൻഡിങ് വിഷയമായിരുന്നു. ഫോക്ക് സോങ്സ്. വേറൊരു കാര്യമുണ്ട്, നമുക്ക് ഓരോ ആർട്ടിസ്റ്റ് നോക്കുമ്പോഴും ഈ ലോകത്തിലുള്ള ഏതൊരു ആർട്ടിസ്റ്റ് നോക്കുമ്പോൾ അവർ ജനിച്ചു വളർന്ന സ്ഥലം എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്നായിരിക്കും ആദ്യം ആലോചിക്കണം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ റൂട്ട്സ് എന്ന് പറയുന്നത് നാടൻ പാട്ടുകളാണ്. നമ്മുടെ കേരളത്തിന്റെ റൂട്ട്സ്, ഒരു സാധ്യത എന്ന് പറയുന്നത് നാടൻ പാട്ടുകളാണ്. ഈ നാടൻ പാട്ടുകൾ പണ്ടത്തെ ശൈലി എന്ന് പറയുമ്പോൾ ഭയങ്കര റിഥമിക്ക. കുറേ റിഥം എന്ന് പറയുന്ന ഈ പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടല്ലോ, ചെണ്ട വെച്ചിട്ട് പാടും കുറേ ആൾക്കാർ, കൈതോല പാടും. ആ സമയത്ത് കൈതോലയൊക്കെ ആയിരുന്നു ഭയങ്കരമായിട്ട് കുറേ ബാൻഡ്സ് ഇങ്ങനെ റിക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് നമ്മൾ വേറെ എന്തായിരിക്കും എന്താ വെച്ചാൽ ആൾക്കാർക്ക് അത് കേൾക്കാൻ ഇഷ്ടമാണ്. അഗൈൻ അത് ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ഒരു ഒറിജിനൽ കമ്പോസിഷൻ ആണെന്ന് നമ്മൾ പറയില്ല. അത് ഞങ്ങൾ വേറൊരു രീതിയിൽ റീഅറേഞ്ച് ചെയ്തു എന്നുള്ള രീതിയിൽ മാത്രമേ ഞങ്ങൾ എവിടെയും നമ്മൾ പ്രസന്റ് ചെയ്യാറുള്ളൂ. അഗൈൻ ഒരു കവർ വേർഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് പ്രസന്റ് ചെയ്യാറുള്ളൂ. പക്ഷേ അതിരികാക്കും അഗൈൻ ഒരു ഭയങ്കരമായിട്ട് ആരും അങ്ങനെ കേൾക്കാത്തൊരു ഫോക്ക് സോങ് ആയിരുന്നു. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു സജു ശ്രീനിവാസ് എന്ന് പറഞ്ഞൊരു സിംഗറുണ്ട്, അവർ ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു അതിരികാക്കുമിൻ്റെ. ഭയങ്കര രസമായിട്ടായിരുന്നു അത് ഉണ്ടായിരുന്നത്. അത് പക്ഷേ ഭയങ്കര റോക്ക് ആയിരുന്നില്ല, ഒരു സോഫ്റ്റ് റോക്ക് എന്നുള്ള രീതിയിലായിരുന്നു അവർ ട്രീറ്റ് ചെയ്തിരുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു അതും എനിക്ക് തോന്നുന്നു ആകെ കുറച്ച് ലൈൻസ് വെച്ചിട്ടായിരുന്നു അവർ ചെയ്തത്. സോ വൈ നോട്ട് പുഷ് ദാറ്റ്. എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിരികാക്കും ഇസ് എ ഫോക്ക് സോങ്. ഫോക്ക് സോങ് ഇസ് വെരി റോ, ഭയങ്കര റോ ആണ്. ഈ കൈതോല, ഈവൻ ഈ കലക്കാത്ത എന്ന് പറഞ്ഞ ഒരു സോങ്, അതിരികാക്കും ഒക്കെ അങ്ങനെ ഫോക്ക് സോങ് ഭയങ്കര റോ, ഭയങ്കര റിത്തമിക് ആയിട്ടുള്ള സോങ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പാട്ട് നോക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്തോണം. എന്താ വെച്ചാൽ ഞങ്ങളുടെ ഐഡൽസ് എന്നൊക്കെ പറയുന്ന അവിയൽ ബാൻഡാണ്. അവരുടെ ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള ട്രാക്ക് എന്ന് പറയുന്നത് ചെക്കയിൽ അടിക്കുന്നുണ്ട്. നമ്മൾ ഒരിക്കലും വിചാരിച്ചല്ല അങ്ങനത്തെ ഒരു വേർഷൻ വരും എന്നുള്ളത്. സോ അങ്ങനെ ആലോചിച്ച് വരുമ്പോഴാണ് അതിരികാക്കും ഞങ്ങൾ വിചാരിച്ചു കുറച്ചൊന്ന് ഹാർഡ് റോക്ക് ആയിട്ട് നമുക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും. അപ്പം അതിൻ്റെ സെക്കൻഡ് പോർഷനിലേക്കൊക്കെ പോകുമ്പോൾ ആണ് കുറച്ചും കൂടി ഭയങ്കരമായിട്ട് നമ്മൾ ഹാർഡ് റോക്കിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുവരെ ആൾക്കാർ അധികം പാടാത്ത ലിറിക്സ് അടക്കം ഞങ്ങൾ എടുത്തിട്ട് അതിനെ ട്യൂൺ കുറച്ച് മാറ്റിയിട്ട് നമ്മളത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയത്. അവിടെ നമ്മൾ നോക്കിയത് ഈ ആ ലിറിക്സിനൊരു മീനിങ് ഉണ്ട്. ലിറിക്സിൻ്റെ മീനിങ് എന്ന് പറയണത് യുനോ ഈ കാക്കുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു സ്ട്രെങ്ത് എന്നുള്ള രീതിയിലാണ് നമ്മൾ അത് പുഷ് ചെയ്തത് ആ ഒരു പാട്ട്. ആ സമയത്ത് ഫ്ലഡും പ്രളയം ഒക്കെ വന്നൊരു സാധനം. അപ്പം നമ്മൾ ഈ ഫിഷർമാൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ബിക്കോസ് ദേ വെർ ദ ഹീറോസ് ഡ്യൂറിങ് ദാറ്റ് ടൈം. ഫ്ലഡ് വന്നപ്പോൾ അവരായിരുന്നു നമ്മളൊക്കെ കാത്തത്. അപ്പം അങ്ങനെയാണ് അതിരികാക്കും നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് പാട്ട് റിലീസ് ചെയ്യാം എന്നൊരു ഐഡിയ വന്ന് നമ്മൾ കപ്പ ടി വിയിൽ തന്നെ അത് റിലീസ് ചെയ്തു. ഒന്ന് പാടാവോ? അതിരുകാക്കും മലയൊന്ന് തൊടുത്തേ തകതകതാ, അതിരുകാക്കും മലയൊന്ന് തൊടുത്തേ തകതകതാ, അങ്ങു കിഴക്കത്തെ ചെന്താമരക്കുളത്തിൽ ഈത്തുള്ള തറയിൽ വെറ്റുനോവിൻ പേരാറ്റുറവ ഉരുകിയൊളിച്ചേ തകതകതാ, ചതിച്ചില്ലേ നീരാളി, ചതിച്ചില്ലേ നീരാളി, ചതിച്ചില്ലേ. ഇതിങ്ങനെ പാടുമ്പോ ഇങ്ങനെയും പാടാട്ടോ. ഞങ്ങൾ ആ സമയത്ത് കുറച്ച് ഭയങ്കര റോക്കൊക്കെ തലയിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന സമയമായിരുന്നു. അവിയലിന്റെ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയായിരുന്നു? ഒരു 2006 to 2012 വരെ അവിയൽ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എല്ലാ
പടത്തിലും അവിയലിന്റെ ഒരു സോങ് വരിക, അവിയല് മറ്റേ മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യുക, പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പടത്തിൽ പാട്ടുകൾ ചെയ്യുക, എന്നുവെച്ചാൽ അവിയലേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അവരാണ് ഐഡലും ഒരാളുകൾക്ക് റോൾ മോഡലൊക്കെ. അവിയൽ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? ഞാൻ പറയണ അവിയലാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. എന്നുവെച്ചാൽ ഈ പറയണ വെസ്റ്റേൺ ബാൻഡ്സ് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും നമ്മൾ നോക്കിയപ്പോ നമ്മുടെ റൂട്ട്സിലേക്കാണ്. ഇവിടെ ആരാണ് റൂൾ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. അവിടെയാണ് അവിയൽ വന്ന് ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ, അവരാണ് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് ഇങ്ങനെയും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്ത് നോക്കാം. ദർ ഇസ് എ സ്കോപ്പ് ഇൻ ഇൻഡിപെൻഡൻറ്റ് സീൻ, ഇൻഡി സീൻ എന്നുള്ളത്. അവിയൽ ഇസ് എ വെരി ബിഗ് പാർട്ട് ഓഫ് ദിസ് ഹോൾ മൂവ്മെൻറ്റ് വേർ ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റ് കുഡ്. എനിക്ക് തോന്നുന്നില്ല പണ്ടത്തെ കാലത്ത് ആർക്കും അങ്ങനെ ചിന്തിച്ചു നോക്കാൻ പറ്റും എന്നുള്ളത്. പണ്ടൊക്കെ ഇതുണ്ടായിരുന്നു, ആൽബം സോങ്സ് ഉണ്ടായിരുന്നു. സുന്ദരി വേണ്ടെന്ന്, ചെമ്പകമയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആൽബം സോങ്സ് എന്ന രീതിയിൽ, പക്ഷെ അത് വേറെ രീതിയിലാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതല്ലാണ്ട് ഈവൻ അത് ആലോചിക്കുമ്പോൾ ഇറ്റ്സ് എൻ ഇൻഡിപെൻഡൻറ്റ് സോങ് അല്ലേ. ചെമ്പകമേ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ മൂവി സോങ്, ഇറ്റ്സ് എൻ ഇൻഡിപെൻഡൻറ്റ് സോങ്. ബട്ട് ദെൻ എനിക്ക് ഈസ്റ്റ് കോസ്റ്റ് ഈസ്റ്റ് കോസ്റ്റിന്റെ ബാനറിൽ വന്ന ഒരു അത്യാവശ്യം ആ സമയത്ത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പിക്ചറൈസ് ഒക്കെ ചെയ്ത് വന്നൊരു സോങ്ങാണ്. പക്ഷേ ഒരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് സീനിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ യു ക്യാൻ ഡു വാട്ട് എവർ യു വാണ്ട്. ദർ ഇസ് നോ ബഡി ടു കൺട്രോൾ യു. യു ആർ ഫ്രീ ടു എക്സ്പ്രസ് യുവർ ആർട്ട് എങ്ങനെ വേണമെങ്കിലും. അത് ഓരോ ആർട്ടിസ്റ്റിന് ചിലപ്പോൾ അവരുടെ ലൈഫായിരിക്കാം എക്സ്പീരിയൻസസ് എന്ന് പറയണത്. അവിടെ നിന്നായിരിക്കാം അവർക്കൊരു സ്റ്റാർട്ടിങ് പോയിന്റ്, ഒരു സോങ് കമ്പോസ് ചെയ്യണം എന്നുള്ളൊരു രീതിയിലാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഈവൻ ഇൻസ്ട്രുമെൻ്റൽ ആവാം, പാട്ട് വേണമെന്നില്ല, ഇൻസ്ട്രുമെൻ്റൽ ആവാം ഇൻഡിപെൻഡൻസ് സീനിൽ. സോ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് തുറക്കാൻ ഐ ഗെസ് അവിയൽ വാസ് എ വെരി ദേ പ്ലേഡ് എ മേജർ റോൾ. ആൻഡ് ദെൻ ഡെഫിനറ്റ്ലി ഐ ഗെസ് ജോബ് കുര്യൻ. ജോബ് എന്നൊക്കെ പറയണത് ഞങ്ങൾ ഒരുമിച്ച് ആ സൂപ്പർ സ്റ്റാർ റിയാലിറ്റി ഷോയിൽ ഉണ്ടായപ്പോഴും ഹി ഹാഡ് എ ക്ലിയർ വിഷൻ ദാറ്റ് പുള്ളിക്ക് പാട്ടാണ് വേണ്ടത്, പാട്ടാണ് മെയിൻ. ഐ ഗെസ് അത് കഴിഞ്ഞ് പുള്ളി പോയി പഠിക്കുക ചെയ്ത പാട്ട്, കൂടുതൽ പഠിക്കുക ചെയ്ത പാട്ട്. എന്നിട്ട് ഹി കെയിം ഔട്ട് വിത്ത് ലൈക്ക് സ്റ്റണ്ണിങ് ട്രാക്സ്. സോ അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് എപ്പോഴും. ഒരുമിച്ച് അവിയലിന്റെ ഷോസ് ഒക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പിന്നെ ഞങ്ങൾ അവിയലിന്റെ കൂടെ ഞങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ട്, 3 സ്റ്റേജസിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ക്ലബ് FM കോഴിക്കോടിലുള്ള പരിപാടിയിൽ ഞങ്ങളായിരുന്നു ഓപ്പണിംഗ് ബാൻഡ്. അത് കഴിഞ്ഞിട്ട് അവിയൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് അഗൈൻ നോട്ട് എ വെരി ഗുഡ് ഡേ, ബട്ട് അവിടെ ഞങ്ങളായിരുന്നു ഓപ്പൺ ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ടായിരുന്നു അവിയൽ ഉണ്ടായിരുന്നത്. സോ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു എൻ്റെ അമ്മ മരിച്ചുപോയ ദിവസമായിരുന്നു അന്ന്. അപ്പോൾ ഞാൻ കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രത്തായിരുന്നു പരിപാടി. രാവിലെ ഞങ്ങൾ ഇറങ്ങി, അവിടെ ഉച്ചയാകുമ്പോൾ എത്തി. അപ്പോഴാണ് അറിയണത് അമ്മ പോയി എന്നുള്ളത്. പക്ഷേ ഞങ്ങൾക്കത് ഇൻ ദി എൻഡ് വി ആർ ഓൾ ആർട്ടിസ്റ്റ്സ്. സോ അമ്മയ്ക്കും ഞാൻ ആ പരിപാടി പോയി പെർഫോം ചെയ്യണം എന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. ആകെ ഉള്ളത് അന്ന് രാവിലെ അമ്മ ഉറങ്ങായിരിക്കുന്നു വിചാരിച്ചിട്ട് ഒരു ബൈ പറയാൻ പറ്റിയില്ല. ആ ഒരു വിഷമം ഇപ്പോഴും ഉണ്ട്, അത് എപ്പോഴും ഉണ്ടാവും എൻ്റെ മനസ്സിൽ. എന്നുവെച്ചാൽ ഞാൻ വിചാരിച്ച തിരിച്ചു വരുമ്പോൾ അമ്മയെ കാണാൻ പറ്റും എന്നുള്ള ഇതിലായിരുന്നു. ഞാനും എൻ്റെ അനിയനും എൻ്റെ ബാൻഡിലാണ് ഞങ്ങൾ പോയി. അപ്പോൾ അങ്ങനെ സംഭവിച്ചു. ബട്ട് ദെൻ ദ തിങ് ഇസ് ലൈക്ക് വി കാൺട്ട്, ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആർ വെയിറ്റിംഗ് ടു സീ അവർ ഷോ. അവിടുന്ന് അത് വിട്ടിട്ട് വരാൻ തോന്നിയില്ല.